വോട്ടർ പട്ടിക പുതുക്കലുമായി ബന്ധപ്പെട്ട തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശപ്രകാരം കട്ടപ്പന നഗരസഭയിൽ സർവകക്ഷി യോഗം ചേർന്നു. നഗരസഭാ സെക്രട്ടറി ആർ മണികണ്ഠൻ നടപടിക്രമങ്ങൾ വിശദീകരിച്ചു. സംസ്ഥാനത്ത് ഉപതെരഞ്ഞെടുപ്പുകൾ നടക്കുന്ന 49 വാർഡുകൾ ഉൾപ്പെടെ മുഴുവൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെയും വാർഡ് അടിസ്ഥാനത്തിലുള്ള വോട്ടർ പട്ടികയുടെ സംക്ഷിപ്ത പുതുക്കൽ 2024 ജൂൺ മാസത്തിൽ നടത്താൻ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തീരുമാനിച്ചിരിക്കുകയാണ്. 2024 ജനുവരി 1 യോഗ്യതാ തീയതി നിശ്ചയിച്ചാണ് ഇപ്രകാരം വോട്ടർ പട്ടിക പുതുക്കുന്നത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ വോട്ടർ പട്ടികയുടെ സംക്ഷിപ്ത പുതുക്കൽ 2024 ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നവ ഉൾപ്പെടെയുള്ള വാർഡുകളിൽ വോട്ടർ പട്ടിക പുതുക്കുന്നത് സംബന്ധിച്ച തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശങ്ങൾ വിശദീകരിക്കുന്നതിനാണ് കട്ടപ്പന നഗരസഭയിൽ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുടെ സർവകക്ഷി യോഗം ചേർന്നത്. വ്യാഴാഴ്ചയാണ് കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുക. ഒഴിവാക്കലുകൾ ഉൾപ്പെടെ 7 ദിവസത്തിനുള്ളിൽ ആക്ഷേപങ്ങളോ പരാതികളോ ഉണ്ടെങ്കിൽ നൽകാവുന്നതാണ്. 6 മുതൽ 21 വരെ പുതുതായി പേര് ചേർക്കൽ, തിരുത്തലുകൾ എന്നിവ ഓൺലൈനായി ചെയ്യാം. 29-നകം ഹിയറിംഗ് പൂർത്തീകരിച്ച ജൂലൈ 1 സംക്ഷിപ്ത വോട്ടർ പട്ടിക പൂർത്തീകരിക്കാനാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശിച്ചിരിക്കുന്നതെന്ന് നഗരസഭാ സെക്രട്ടറി ആർ മണികണ്ഠൻ പറഞ്ഞു. ഈ കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞാൽ അത് പരിശോധിച്ച് അതിൽ മരണപ്പെട്ടവരുണ്ടെങ്കിലോ താമസം മാറിപ്പോയിട്ടുള്ളവരുണ്ടെങ്കിലോ ഇരട്ടിപ്പുണ്ടെങ്കിലോ അതൊക്കെ പരിശോധിച്ചു അങ്ങനെയുള്ള ഏതെങ്കിലും ഒഴിവാക്കേണ്ടതുണ്ടെങ്കിൽ അതിൻ്റെ വിവരം തരുന്ന മുറയ്ക്ക് നമ്മളിവിടെ പബ്ലിഷ് ചെയ്തിട്ട് 7 ദിവസത്തിനകം അതിനെക്കുറിച്ച് അപാകതകളൊന്നും പരാതികളോ ഒന്നും ലഭിച്ചില്ല എങ്കിൽ സ്വമേധയാ നമുക്ക് വോട്ടർ പട്ടികയിൽ നിന്നും ഒഴിവാക്കാവുന്നതാണ്. കൂടാതെ 6-ാം തീയതി മുതൽ 21-ാം തീയതി വരെ ഈ മാസം 6 മുതൽ 21 വരെ പുതുതായി വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നതിനും അതിൽ ഉൾക്കുറിപ്പുകളിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ അവ തിരുത്തുന്നതിനും പിന്നെ മാറിപ്പോയിട്ടുള്ളവരാണെങ്കിൽ അത് ഒഴിവാക്കുന്നതിനും ഒക്കെയുള്ള നടപടിക്രമങ്ങൾ 6 മുതൽ 21 വരെ ഓൺലൈനായിട്ട് ചെയ്യാവുന്നതാണ്. നഗരസഭാ ഹാളിൽ ചേർന്ന യോഗത്തിൽ നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമി, വൈസ് ചെയർമാൻ കെ.ജെ. ബെന്നി, ഷാജി കുത്തോടി, സിജു ചക്കുമൂട്ടിൽ, പി.എൻ. പ്രസാദ്, ജോയി ആനത്തോട്ടം, സി.ആർ. മുരളി, രാജൻകുട്ടി മുതുകുളം തുടങ്ങിയവർ പങ്കെടുത്തു.